പണ്ട് പോകുന്നു നമ്മുടെ ഫോണിൽ ഒരുപാട് ഫോട്ടോസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ ഫോട്ടോസൊക്കെ നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെമ്മറി കാർഡുള്ള ഫോണിലിട്ട് വെച്ച് അങ്ങനെ സൂക്ഷിച്ച് വയ്ക്കുകയാണ്. പിന്നെ ഒരു ദിവസം ഫോൺ ഒറ്റയടിക്ക് അടിച്ചു പോയപ്പോഴത്തേക്കിനും എല്ലാം കൂടി അങ്ങ് അടിച്ചു പോയി. ഇതൊന്ന് 10,000 സംതിങ് ഫോട്ടോസ് എൻ്റെ ഫോണിൽ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് ചെറിയ ഫോട്ടോസാക്കി എടുത്ത് ഇങ്ങനെ ആൽബത്തിൽ സൂക്ഷിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ 2018 വാങ്ങിച്ച ആൽബമാണിത്. 2018 ഞാൻ ഒരു സാധനം വാങ്ങിച്ചു, ഒരു ആൽബം പോലത്തെ സാധനം വാങ്ങിച്ചു. ഇതുവരെ അതിനകത്ത് ഒട്ടിക്കാൻ പറ്റിയില്ല. കുറേ നാൾ മുന്നേ ഞാൻ ഇതൊക്കെ പ്രിൻ്റ് എടുത്ത് വെച്ചായിരുന്നു, പക്ഷേ അതിൽ ഒട്ടിക്കാനും പറ്റിയില്ല. അപ്പം ഇന്ന് വീടെല്ലാം അടുക്കി പറക്കുന്ന സമയത്ത് എനിക്കിത് വീണ്ടും കിട്ടി. അപ്പോൾ ഞാൻ ആലോചിച്ചത് ഒട്ടിച്ച് വയ്ക്കാം, എന്തുകൊണ്ട് ഒട്ടിച്ച് വെച്ചില്ല ഞാൻ ഇത്ര ദിവസമായിട്ട്. ഇത് ഞങ്ങൾ വേളാങ്കണ്ണിക്ക് പോയപ്പോൾ എടുത്തൊരു ഫോട്ടോ ആണ്. അപ്പോൾ ആദ്യം ഞങ്ങളുടെ ഫോട്ടോ തന്നെ ഒട്ടിക്കാമെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ ഓരോ ഫോട്ടോസ് ഓരോ മെമ്മറിയാണല്ലോ. നമുക്ക് കഴിഞ്ഞു പോയ കാലത്തെക്കുറിച്ച് ഓർക്കാൻ പറ്റിയൊരു ഏറ്റവും നല്ലൊരു മെമ്മറിയാണ് ഈ ഫോട്ടോസ്. ഞാൻ ഷാൻചേട്ടൻ്റെ കസിൻസിൻ്റെ വീട്ടിലൊക്കെ പോകുമ്പോഴും ആൻറ്റിമാരൊക്കെ പണ്ടത്തെ ഫോട്ടോസൊക്കെ അവരെടുത്ത് കാണിക്കാറുണ്ട്. ഇത് പണ്ടത്തെ ഫോട്ടോ, പണ്ടത്തെ കുഞ്ഞിലെയുള്ള ഫോട്ടോസ് അതൊക്കെ എപ്പോഴും ഒരു ആൽബമായിട്ട്. ഇപ്പം ഇന്നത്തെ കാലത്ത് അത് ഇല്ലെന്ന് തോന്നുന്നു. ആൽബമായിട്ട് സൂക്ഷിച്ച് വയ്ക്കൽ വളരെ കുറവാണ്. ഇത് ഞങ്ങളുടെ ആദ്യത്തെ കല്യാണത്തിൻ്റെ ഫോട്ടോ ആണ്. അപ്പം നമുക്ക് വലിയ ആൽബമൊന്നും വാങ്ങിച്ചിട്ട് ഒത്തിരി വലിയ കാശൊന്നും കളയാൻ എന്തെങ്കിലുമില്ല. അപ്പോൾ ഉണ്ടായിരുന്ന സാധനത്തിലേക്ക് നമ്മുടെ കയ്യിലിരുന്ന് ഈ ഫോട്ടോസൊക്കെ ഒന്ന് ഒട്ടിച്ച് വയ്ക്കാം എന്ന് തോന്നി. എത്ര നാളിരിക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല, എന്നാലും അതൊന്ന് ഒട്ടിച്ച് വെക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. ഈ ഫോട്ടോ നമ്മുടെ ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ കാണിച്ചു തരാം അതിൻ്റെ ഇത്. ഈ ഫോട്ടോ നമ്മൾ ഓൾറെഡി വലുതായിട്ട് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം കൂടെ ഫ്രെയിം ചെയ്ത് വയ്ക്കില്ല, നമ്മളെ കൊണ്ട് പ്രാക്ടിക്കൽ ആവില്ല. നമ്മുടെ വീടിൻ്റെ ഭിത്തി ഫുള്ള് നമുക്ക് ഫ്രെയിം ചെയ്ത് വയ്ക്കാൻ പറ്റുന്നില്ല. അപ്പം എനിക്ക് പ്രിയപ്പെട്ടത് മാത്രം, എനിക്ക് പ്രിയപ്പെട്ടവരെ മാത്രം, അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. എനിക്ക് പ്രിയപ്പെട്ടവർ ഇനിയും വേറെയുണ്ട്. എൻ്റെ കൂടെ ഫോട്ടോ ഇല്ലാത്തവർ ഒരുപാടുണ്ട്. അപ്പം ഇത് ഞങ്ങൾ 5 പേര്. ഇത് സഞ്ജു, മാക്കി, ഞാൻ, ഷാൻചേട്ടൻ, അഖിൽ. എത്ര നാളിത് ലാസ്റ്റ് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല, എന്നാൽ പോലും അത് ഒട്ടിച്ച് വെക്കണം എന്ന്. ഇനി ചെരിഞ്ഞിരിക്കുന്ന ഫോട്ടോസ് ഉണ്ടാകും അങ്ങോട്ട്. എല്ലാം നേരെയുള്ളതാണ്, എല്ലാം നേരെയുള്ളത്. വളരെ പ്രിയപ്പെട്ട ഓർമ്മകളുള്ളത് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഋതികയെ ഞാൻ പൊന്നുൻ്റെ കല്യാണത്തിനുള്ള ഫോട്ടോയാണ്. അത്രയാണ്. ഈ വശത്ത് നമുക്ക് ഒട്ടിക്കണം, അത് പിന്നൊട്ടിക്കണം. ഇത് ഞാനും അമ്മയും ഞങ്ങളുടെ ടീമിൻ്റെ കൂടെ ബാംഗ്ലൂർ പോയ ഫോട്ടോയാണ്. അച്ഛനും അമ്മയും ഞാനിറുത്. നല്ല ഫോട്ടോ. ഇത് കാവ്യയുടെ കല്യാണത്തിന് പോയപ്പോൾ എടുത്ത ഫോട്ടോയാണ്. ഓരോ ഫോട്ടോയും എനിക്ക് ഓരോ മെമ്മറിയാണ്. ഇത് ഞങ്ങൾ 3 പേരും കൂടിയുള്ള ഫോട്ടോയാണ്. ഞാനും മനു, ഷാൻചേട്ടനും. എൻ്റെ ബ്രദറിലോ ആണ് മനു. ഈ ഫോട്ടോ ഞാനിവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് പണ്ട് മുതലേ ഇങ്ങനെ ഫോട്ടോസ് ഇങ്ങനെ കാണുന്നതിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇതിവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്നും നമ്മുടെ കയ്യിൽ കാശില്ലല്ലോ. അങ്ങനെ സ്കൂളിലെ എല്ലാവരും കൂടെ ഉള്ള ഫോട്ടോ, 4ാം ക്ലാസ്സിൽ എല്ലാവരും കൂടെ ഉള്ള ഫോട്ടോ വാങ്ങിക്കാനായിട്ട്, ഫോട്ടോ ഒക്കെ എടുക്കാൻ ഞാൻ പോയിരുന്നു. പക്ഷെ ഫോട്ടോ വാങ്ങിക്കാനായിട്ട് കാശില്ലാത്തത് കാരണം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ അടുത്തിടയ്ക്ക് ഇങ്ങനെ ഗ്രൂപ്പിൽ ആ ഫോട്ടോസൊക്കെ വരുമ്പോൾ നമുക്ക് ഓരോ ഓർമ്മകളാണ്. കാശില്ലാത്ത നാളിൽ നമ്മൾ എത്ര സ്ട്രഗിൾ ചെയ്തു എന്നുള്ള ആലോചിച്ചിട്ട്. ഇത് അച്ചുസ്, കുഞ്ഞാറ്റ, ആമിമോള്, ഋതു, ഇവരെല്ലാവരും കൂടി ഇവിടെ ഫസ്റ്റ് ടൈം എറണാകുളത്ത് വന്നപ്പം ലുലു മോളിൽ പോയപ്പോൾ എടുത്ത ഫോട്ടോയാണ്. ഇത് ഈ ഓണത്തിന് എടുത്തതാണ്. ഷിക്കോയും
ഞാനും. ഷീക്കോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം രക്തമല്ലെന്ന് ആർക്കും പറയാൻ പറ്റുന്നില്ല. അത്രയും ഹൃദയബന്ധവും ആത്മബന്ധവും ആണ് നമ്മുടെ ഒരു. ഇവിടെ എല്ലാം ഇവിടുത്തെ സൈക്കോപാത്ത് വരുന്നതിന് മുന്നേ ഇത് നമുക്ക് തൂത്തുകളയണം. OCD വരുന്നതിന് മുന്നേ നമുക്ക് കറക്റ്റ് ചെയ്യണം. ഇവിടെ ഇല്ല, സംഭവം ഇല്ല. ഇതിനൊരു ചെറിയ ചോർച്ചയുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഷാജേട്ടൻ വരുന്നതിന് മുന്നേ നമുക്കിത് തുടയ്ക്കണം. ഇല്ലെങ്കിൽ എന്നെ ഓടിക്കും, എൻ്റെ ക്യാമറയെ ഓടിക്കും. ഇത് ഞങ്ങൾ അടൽ ടണലിൽ പോയതാണ്. മറ്റേ നമ്മൾ മണാലി പോയപ്പോൾ മണാലിയിൽ നിന്ന് അടൽ ടണലിൽ പോയപ്പോൾ എടുത്ത ഫോട്ടോയാണ്. ഈ അടൽ ടണലിൽ പോയതൊക്കെ ശരിക്കും ഒരു വലിയ മെമ്മറിയാണ് നമുക്ക് ശരിക്കും. അന്ന് അടൽ ടണൽ ഹെവി സ്നോഫോൾ കാരണം പൂട്ടിയിട്ടിരിക്കുമായിരുന്നു. എന്നിട്ട് നമുക്കവിടെ പോകാൻ കഴിഞ്ഞു. അന്നെടുത്ത ഫോട്ടോയാണ്. ഇതിനകത്ത് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ഓരോ ഫോട്ടോയ്ക്കും ഓരോ കഥകൾ പറയാനുണ്ട് എനിക്ക്. എല്ലാ കഥകളും കൂടി പറയാനായിട്ട് നിങ്ങൾക്ക് ബോറടിക്കും. ഇത് ഞാനും എൻ്റെ അനിയത്തിയും ബ്രദറിലോയുമാണ്. ഞങ്ങൾ ഇതിലും കൊണ്ടൊരു വലിയ കഥ പറയാൻ. ഞങ്ങൾ പളനി പോയപ്പോൾ എടുത്ത ഫോട്ടോയാണ്. ഇതിൻ്റെയൊക്കെ കഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗംഭീര കഥയാണ്. അതിനുണ്ടൊരു കഥ പറയുന്നതൊക്കെ. ചില കഥകൾ നമ്മളെ ഇത് ബേബി അമ്മച്ചിയുടെ 75ാമത്തെ പിറന്നാളിന് ഞാനും ഷാജേട്ടനും കൂടെ നിന്നെടുത്ത ഫോട്ടോയാണ്. അമ്മയുടെ ചേച്ചിയുടെ 75ാമത്തെ പിറന്നാളിൻ്റെ ഫോട്ടോ. ഈ ബേബി അമ്മച്ചിയുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പഴയ ഫോട്ടോസ് എല്ലാം കാണാൻ പറ്റും. എല്ലാവരെയും ഇങ്ങനെ ആൽബത്തിലാക്കി വെച്ചിട്ടുണ്ട്. പണ്ടത്തെ ക്യാമറയിലെടുത്ത ഫോട്ടോസ്. ഇന്നത്തെ പോലെ അല്ലല്ലോ അന്ന് ഒരുപാട് ഫിലിംസ് ഒന്നുമില്ല, ഫിലിമൊക്കെ ഇട്ട് വയ്ക്കുന്ന. എന്നാലും ആ വീട്ടിൽ അത്യാവശ്യത്തിൽ കൂടുതൽ ഫോട്ടോസ് ഇരിപ്പുണ്ട് പണ്ടത്തെ. ഇത് ബേബി അമ്മച്ചിയും ജോയപ്പച്ചിയും കുഞ്ഞമ്മച്ചിയും അമ്മയും പിന്നെ ബീന ചേച്ചിയും ഞാനും ഷാൻചേട്ടൻ. ഇത് എൻ്റെ ബർത്ത്ഡേയുടെ അന്ന് എടുത്തതാണ്. കഴിഞ്ഞ ബർത്ത്ഡേയുടെ അന്ന് എടുത്തതാണ്. അടുത്ത ബർത്ത്ഡേ വരാൻ പോകും. ഏതാണ്ട് ഫേവറേറ്റ് ഫോട്ടോ ആണ് ഇത്. ഞാൻ വലുതാക്കി ഫ്രെയിം ചെയ്ത് വെക്കണം എന്ന് വിചാരിച്ചാണ്. തൽക്കാലം ഇവിടെ ഇരിക്കും. അതിൻ്റെ ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നല്ലോ. അനുസരിയുടെ കല്യാണത്തിന് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിന്നെടുത്ത ഫോട്ടോയാണ്. ഒരേ പോലത്തുള്ള ഡ്രസ്സൊക്കെ ഇട്ട്. അപ്പം അനുസരിയുടെ കല്യാണത്തിൻ്റെയും കൂടെ പൊട്ടിച്ചോക്കട്ടെ. ഋഷിക ഉണ്ടല്ലോ, ഋഷിക. ഇത് ഋതു ജനിച്ചപ്പോൾ, ഇത് ഋഷികയുടെ ജനിച്ചപ്പോൾ ഉള്ളതുണ്ട്. പക്ഷെ അതെനിക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. അത് പ്രിൻ്റ് എടുക്കാനൊരു സുഖമില്ല. അപ്പോൾ ഋതിക ജനിച്ചപ്പോഴും ഋഷിക ജനിച്ചപ്പോഴും ഉള്ളത് വെച്ചേക്കാം. അത് പിന്നെ ഋഷികനെ ഋതികനെ തീർക്കട്ടെ. ഇത് ഋതിക. ഋതികയ്ക്ക് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. അവൾക്ക് ഈ ഫോട്ടോസിനോടൊക്കെ വലിയ ക്രേസാണ്. ഇത് ഋതിക. ഋതികയുടെ ഫോട്ടോ മാത്രമേ ഉള്ളെന്നുണ്ടല്ലോ. ഇത് 2018 വാങ്ങിച്ച ആൽബമാണ്. തുരുമ്പെടുത്തു പോയി ഇവിടെയൊക്കെ. ആരൊക്കെയുണ്ട്? ആരൊക്കെയാണ് എനിക്ക് ഇതിനകത്ത് കുറേ പേര്. എനിക്ക് ഇനിയും വരാനുണ്ട്. ഇനിയും ഫോട്ടോ സെലക്ട് ചെയ്യണം. അന്ന് എൻ്റെ ഫോണിൽ എത്ര ഫോട്ടോസ് ഉണ്ടായിരുന്നോ ആ ഫോട്ടോസൊക്കെയാണ് ഞാനിപ്പോൾ എടുത്തു വെച്ചത്. ഇനിയും എനിക്ക് ഒരുപാട് ആൾക്കാർ എൻ്റെ ഈ ആൽബത്തിലേക്ക് എനിക്ക് ആഡ് ചെയ്യാനുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവർ, എന്നെ സ്നേഹിക്കുന്നവരെന്ന് നമുക്ക് ഫീൽ ചെയ്യത്തില്ലേ, അങ്ങനെയുള്ളവരുണ്ട് ഇതിനകത്ത്. പിന്നെ കുറച്ച് ആൾക്കാരും കൂടി ഇതിനകത്ത് കയറാനുണ്ട്. പിന്നെ നമുക്ക് കുറേ ഇഷ്ടപ്പെട്ട കുറച്ച് ഫോട്ടോസില്ലേ.
എന്നാൽ എല്ലാവരും ഉണ്ടാവണമെന്നില്ലത് ഇത് കുഞ്ഞൂസ്. എല്ലാവരെയും ആഡ് ചെയ്യണം. എനിക്ക് വലിയൊരു ആൽബം വാങ്ങിച്ച് എല്ലാ പ്രിയപ്പെട്ട ഫോട്ടോസും അതിനകത്ത് ആഡ് ചെയ്യണം. തീർന്നുപോയി. ഇനി ഇത് ഇത്രയും പേജും കൂടി കിടപ്പുണ്ട്. ഈ പേജിനകത്ത് എല്ലാം ബാക്കിയുള്ളവരുടെ എല്ലാവരുടെയും ഫോട്ടോയും കൂടെ ആഡ് ചെയ്ത് ഞാനൊരു വീഡിയോ സെറ്റ് ചെയ്യുന്നതാണ്.